ഹലോ സ്റ്റുഡൻസ്, പോയിൻറ്റേഴ്സിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്നത്തെ ഈ വീഡിയോയിലും പോയിൻറ്റേഴ്സിൻ്റെ ചെറിയ 1-2 കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യാം. സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പോയിൻറ്റേഴ്സിനെ പറ്റി. അപ്പം പോയിൻറ്റേഴ്സ് വളരെ ഡെപ്തിലൊന്നും നമ്മൾ പഠിക്കുന്നില്ല, അതിൻ്റെ ബേസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ പഠിക്കുന്നുള്ളൂ. ഇപ്പം ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡിക്ലെയറിങ് എ പോയിൻ്റർ. ഒരു പോയിൻ്റർ എങ്ങനെയാണ് ഡിക്ലെയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു പോയിൻ്റർ വേരിയബിൾ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, ഡിക്ലെയർ ചെയ്യുന്നത്, അതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു പ്രോഗ്രാം കണ്ടായിരുന്നു. ആ സെയിം സംഭവം തന്നെ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കുറച്ച് ക്ലാരിഫിക്കേഷൻസ് വരുത്താനായിട്ട് ഒന്നും കൂടെ ഞാൻ അതൊന്ന് റിപ്പീറ്റ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ ഇപ്പോൾ നോക്കുക, ഇൻറ്റ് ഡിജിറ്റ് എന്ന് പേരുള്ള ഒരു വേരിയബിൾ, ഇൻറ്റീജർ ഡാറ്റ ടൈപ്പിലുള്ള വേരിയബിൾ ഞാനിവിടെ ഡിക്ലെയർ ചെയ്തു. അപ്പോൾ ഈ ഡിജിറ്റ് എന്ന് പറയുന്ന ആ വേരിയബിളിൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യാനായിട്ട് എനിക്കൊരു പോയിൻ്റർ വേരിയബിൾ ഡിക്ലെയർ ചെയ്യണം. അപ്പോൾ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റാണ് രണ്ടാമത് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. ഇൻറ്റ് സ്റ്റാർ എന്നിട്ടിട്ട് പി ഡിജിറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പോയിൻ്റർ വേരിയബിൾ ആണ് എന്ന് കാണിക്കാൻ വേണ്ടി, എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ആദ്യത്തെ അതിൻ്റെ പേര്, പോയിൻ്റർ വേരിയബിളിൻ്റെ പേരിൻ്റെ ആദ്യത്തെ ലെറ്റർ സ്മോൾ ലെറ്റർ പിയിൽ കൊടുത്തത്. എന്നിട്ട് ഡിജിറ്റ് എന്ന് ഇവിടെ കൊടുത്തു. അത് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഈ ഡിജിറ്റ് എന്ന് പറയുന്ന ഈ വേരിയബിളിൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യാനായിട്ട് ഈ വേരിയബിൾ യൂസ് ചെയ്യുന്നത് പെട്ടെന്നൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അതിനും സെയിം പേരിന് ഞാനിവിടെ കൊടുത്തത്. അപ്പോൾ ഇവിടെ പി ഡിജിറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ഒരു പോയിൻ്റർ വേരിയബിൾ യൂസ് ചെയ്യുന്ന ഈ ഡിജിറ്റ് എന്ന് പറയുന്ന വേരിയബിളിൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ ഡിജിറ്റ് എന്ന് പറയുന്ന വേരിയബിൾ ഇൻറ്റീജർ ഡാറ്റ ടൈപ്പിലായതുകൊണ്ട് അതിൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യാനുള്ള പോയിൻ്റർ വേരിയബിളും ആ സെയിം ഇൻറ്റീജർ ഡാറ്റ ടൈപ്പിൽ തന്നെ ആവണം. അതുപോലെ തന്നെ ഇവിടെ പ്രൈസ് എന്ന് ഉള്ള പേരുള്ള ഒരു ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിൽ ഒരു വേരിയബിൾ ഞാനിവിടെ ഡിക്ലെയർ ചെയ്തു. അതിൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യാനായിട്ട് ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിൽ ഒരു പോയിൻ്റർ വേരിയബിൾ ഞാനിവിടെ ഡിക്ലെയർ ചെയ്തു. പി പ്രൈസ് എന്ന് പറഞ്ഞ് പോയിൻ്റർ വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ നോക്കുക, ഇവിടെ ഞാൻ നെയിം എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ അറയാണ് ഞാനിവിടെ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. നെയിം എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ അറേ, അതിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ 20 ആണ്. ഇവിടെ സൈസ് 20 എന്ന് ഉദ്ദേശിക്കുന്ന സംഭവം എന്ന് വെച്ചാൽ 20 ക്യാരക്ടേഴ്സ് നമുക്ക് ഈ നെയിം എന്ന് പറയുന്ന അറയിൽ സ്റ്റോർ ചെയ്യാനൊക്കും. 20 ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ 20 ലെറ്റേഴ്സ് സ്റ്റോർ ചെയ്യാനൊക്കും. അപ്പോൾ ഈ ഓരോ ലെറ്റേഴ്സ് അല്ലെങ്കിൽ ഓരോ ക്യാരക്ടേഴ്സിനും ഓരോ മെമ്മറി ലൊക്കേഷൻസ് കാണും. അപ്പോൾ അതാണ് 20 സൈസ് എന്ന് കൊടുത്തിട്ടുള്ളത്. ഓരോ ക്യാരക്ടേഴ്സ് സ്റ്റോർ ചെയ്യാനും ഓരോ മെമ്മറി ലൊക്കേഷൻസ് കാണും. ആ ഓരോ മെമ്മറി ലൊക്കേഷൻസും ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഒരു മെമ്മറി അഡ്രസ്സും കാണും. അപ്പോൾ അതായത് ഈ ക്യാരക്ടർ അറയിൽ സ്റ്റോർ ചെയ്യാനായിട്ട് 20 അഡ്രസ്സുകൾ കാണും. അപ്പോൾ ഈ 20 അഡ്രസ്സ്, ഈ ക്യാരക്ടർ അറയുടെ 20 സൈസുള്ള ഈ ക്യാരക്ടർ അറയുടെ 20 അഡ്രസ്സ് സ്റ്റോർ ചെയ്യാനായിട്ട് അതുപോലെ തന്നെ ഒരു ക്യാരക്ടർ അറയിലുള്ള ഒരു പോയിൻ്റർ വേരിയബിളാണ് നമ്മൾ ഡിക്ലെയർ ചെയ്യേണ്ടത്. അപ്പോൾ അതാണ് ഞാനിവിടെ കാണിച്ചുള്ളത്. ഇവിടെ ചാർ എന്ന് എഴുതിയിട്ട് സ്റ്റാർ എന്നിട്ടിട്ട് ഇവിടെ പി നെയിം എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് എന്നിട്ട് ഇവിടെ 20 എന്ന സൈസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെന്ന് പറയുന്ന ഒരു അറയാണ്, പോയിൻ്റർ വേരിയബിൾ അല്ല, ഒരു പോയിൻ്റർ അറയാണ്. ആ പോയിൻ്റർ അറയുടെ സൈസ് എന്ന് പറഞ്ഞാൽ 20 ആണ്. അതായത് 20 അഡ്രസ്സ് ഈ പോയിൻ്റർ അറയിൽ സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഈ ക്യാരക്ടർ അറേ 20 സൈസുള്ള ഈ ക്യാരക്ടർ അറേയുടെ അഡ്രസ്സാണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഈ 20 സൈസുള്ള ക്യാരക്ടർ അറേ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് 20 മെമ്മറി ലൊക്കേഷൻസ് ഉണ്ട്. 20 ക്യാരക്ടേഴ്സാണ് സ്റ്റോർ ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് 20 മെമ്മറി ലൊക്കേഷൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ 20 അഡ്രസ്സും ഉണ്ട്. അപ്പോൾ ആ 20 അഡ്രസ്സും സ്റ്റോർ ചെയ്യാനുള്ള ഒരു പോയിൻ്റാണ് നമുക്കിവിടെ ഡിക്ലെയർ ചെയ്യേണ്ടത്. അപ്പോൾ 20 അഡ്രസ്സ് സ്റ്റോർ ചെയ്യാനുള്ള ഒരു പോയിൻ്റർ എന്ന് പറഞ്ഞാൽ അതും ഒരു അറേ തന്നെയാണ്. അപ്പോൾ ക്യാരക്ടർ ആയതുകൊണ്ട് അതേപോലെ തന്നെ ഒരു ക്യാരക്ടർ അറേ തന്നെയാണ് ഇവിടെ ഡിക്ലെയർ ചെയ്തത്. ക്യാരക്ടർ പോയിൻ്റർ തന്നെയാണ്, പോയിൻ്റർ അറേ തന്നെയാണ്. ക്യാരക്ടർ ഡാറ്റ ടൈപ്പിലുള്ള പോയിൻ്റർ അറേ തന്നെയാണ് അതിവിടെ ഞാനിവിടെ ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സംഭവം മനസ്സിലായല്ലോ. ഏത് ഡാറ്റ ടൈപ്പിലുള്ള വേരിയബിളിൻ്റെ വാല്യൂ ആണോ അഡ്രസ്സാണോ സ്റ്റോർ ചെയ്യേണ്ടത്, സെയിം ഡാറ്റ ടൈപ്പിൽ തന്നെ നമ്മൾ പോയിൻ്റർ വേരിയബിളും ഡിക്ലെയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അറേയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതും സെയിം സൈസിലുള്ള അറേ തന്നെ നമ്മളൊരു പോയിൻ്റർ അറേ ആയിട്ട് നമ്മൾ ഡിക്ലെയർ ചെയ്യണം. സെയിം ഡാറ്റ ടൈപ്പിലുള്ള അറേ തന്നെ, സെയിം സൈസിലുള്ള സെയിം ഡാറ്റ ടൈപ്പിലുള്ള ഒരു പോയിൻ്റർ അറേ തന്നെ നമ്മൾ ഡിക്ലെയർ ചെയ്യണം അതിൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യാനായിട്ട്. അപ്പോൾ ഇത്രയാണ് ഈ സംഭവം എന്ന് പറയുന്നത്. ഇനി നമ്മളിവിടെ ഈ ഒരു ഇൻറ്റീജർ ഡാറ്റ ടൈപ്പിലുള്ള വേരിയബിളും അതിൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യാനുള്ള ഒരു പോയിൻ്റർ വേരിയബിളും ഞാനിവിടെ 2 സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടാണല്ലോ ഡിക്ലെയർ ചെയ്തത്. അപ്പോൾ ഈ 2 സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് കമ്പൈൻ ചെയ്ത് ഒറ്റ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ഇങ്ങനെ നമുക്ക് ഡിക്ലെയർ ചെയ്യാം. ഇവിടെ ഇൻ്റ് എന്ന് എഴുതി ഡിജിറ്റ് എന്ന് പറയുന്ന വേരിയബിൾ ഞാനിവിടെ ഡിക്ലെയർ ചെയ്തു. കോമ ഇട്ടിട്ട് ഇവിടെ സ്റ്റാർ എന്നിട്ട് പി ഡിജിറ്റ് എന്നിവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് ഈ സെയിം ഇത് 2 സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചെയ്യുന്നതിന് പകരം ഒറ്റ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് തന്നെ എഴുതാം. അപ്പോൾ ഇവിടെ ഞാൻ ആദ്യം ഈ ഡിജിറ്റ് എന്ന പേരുള്ള വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് കോമ ഇട്ടിട്ട് ഒരു പോയിൻ്റർ വേരിയബിൾ ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ ആ രണ്ടിനും കൂടെ കോമൺ ആയിട്ട് ഒരു ഇൻറ്റ് തന്നെ കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ നമുക്ക് പോയിൻ്ററും വേരിയബിളും കൂടെ ഒരുമിച്ച് തന്നെ നമുക്ക് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ നോക്കുക, ഫ്ലോട്ട് പ്രൈസ് കോമ സ്റ്റാർ പി പ്രൈസ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ പ്രൈസ് എന്ന് പേരുള്ള ഒരു ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിലുള്ള വേരിയബിളും ഞാൻ ക്രിയേറ്റ് ചെയ്തു. അതിൻ്റെ കൂടെ തന്നെ പോയിൻ്റർ വേരിയബിളും കൂടെ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഇതിൽ തന്നെ ഇതിൻ്റെ അഡ്രസ്സ്, ഈ പ്രൈസ് എന്ന് പറയുന്ന വേരിയബിളിൻ്റെ അഡ്രസ്സ് ഇതിൽ തന്നെ സ്റ്റോർ ചെയ്യണോ എന്നൊന്നുമില്ല. എനിക്കിപ്പോൾ വേണമെങ്കിൽ ഒരു പോയിൻ്റർ വേരിയബിളും കൂടെ ഡിക്ലെയർ ചെയ്യാം. ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിലുള്ള ഒരു പോയിൻ്റർ വേരിയബിളും കൂടെ എനിക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ അങ്ങ് ഡിക്ലെയർ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല.
അതുപോലെ തന്നെ ഇവിടെ ഒരു ക്യാരക്ടർ അറേ ഞാനിവിടെ ഡിക്ലെയർ ചെയ്തു, എന്നിട്ട് കോമ ഇട്ടിട്ട് അതേ സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ അതിൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യാനുള്ള ഒരു പോയിൻ്റർ ക്യാരക്ടർ അറേയും കൂടെ ഞാനിവിടെ ഡിക്ലെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒറ്റ ലൈനിൽ തന്നെ ഒറ്റ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് തന്നെ നമുക്ക് എഴുതാവുന്നതേ ഉള്ളൂ, എറർ ഒന്നും കാണിക്കത്തില്ല. അപ്പോൾ ഇതാണ് ഡിക്ലെയറിങ് എ പോയിൻ്റർ. ഒരു പോയിൻ്റർ എങ്ങനെയാണ് ഡിക്ലെയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ പോയിൻ്റർ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നതാണ് ആദ്യത്തേത്. ഇനി അടുത്തത് നമ്മൾ ഈ പോയിൻ്ററിൻ്റെ വാല്യൂ എങ്ങനെ ഇനിഷ്യലൈസ് ചെയ്യാമെന്ന് വെച്ചാൽ പോയിൻ്ററിൻ്റെ ആദ്യത്തെ ഒരു ഇനിഷ്യലായിട്ടുള്ള വാല്യൂ, നമ്മളിതിൽ വാല്യൂ എന്ന് പറയുന്നത് അഡ്രസ്സ് തന്നെയാണ്. അപ്പോൾ ആ ഇനിഷ്യലായിട്ടുള്ള അഡ്രസ്സ് എങ്ങനെ സ്റ്റോർ ചെയ്യാം എന്നാണ് നമ്മളിവിടെ നോക്കുന്നത്. ഇവിടെ ഇപ്പോൾ നോക്കുക, ഞാൻ നേരത്തെ ഡിസ്കസ് ചെയ്ത ആ ഒരു സെയിം സംഭവം തന്നെ ഡിജിറ്റ് എന്ന് പേരുള്ള ഒരു ഇൻറ്റീജർ വേരിയബിൾ ഞാനിവിടെ ഡിക്ലെയർ ചെയ്തു. അതിൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യാനായിട്ട് ഞാനിവിടെ ഇൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഈ സ്റ്റാർ ഇട്ട് പി ഡിജിറ്റ് എന്ന് പറയുന്ന ഒരു പോയിൻ്റർ വേരിയബിളും കൂടെ ഡിക്ലെയർ ചെയ്തു. എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ ഈക്വൽ ടു എന്നിട്ടിട്ട് ആൻഡ് ഡിജിറ്റ് എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഇനിഷ്യലൈസേഷൻ ആണ്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഈ പി ഡിജിറ്റ് എന്ന് പറയുന്ന ഒരു പോയിൻ്റർ വേരിയബിൾ, ഇൻറ്റീജർ ഡാറ്റ ടൈപ്പിലുള്ള പോയിൻ്റർ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു. അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ഇനിഷ്യൽ വാല്യൂയും കൂടെ ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. അതായത് ഇനിഷ്യലൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഈ രണ്ടും കൂടെ ഒറ്റ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ നടക്കുന്നു. അപ്പോൾ ഇവിടെ ആൻഡ് ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ ഡിജിറ്റ് എന്ന് പറയുന്ന വേരിയബിളിൻ്റെ അഡ്രസ്സ് എടുക്കാൻ വേണ്ടിയാണ് ഈ ആൻഡിൻ്റെ സിമ്പിളും കൂടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ അഡ്രസ്സ് എന്താണോ ആ അഡ്രസ്സ് ആയിരിക്കും പി ഡിജിറ്റ് എന്ന് പറയുന്ന വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യുന്നത്. അതിവിടെ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് തന്നെ അതിൻ്റെ അഡ്രസ്സ് എന്ന് പറയുന്ന ആ സംഭവം കൂടെ ഇതിലോട്ട് സ്റ്റോർ ആവുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതി നമുക്ക് യൂസ് ചെയ്യാം. അതല്ല, ഇതിനെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. ആദ്യം ഡിജിറ്റ് എന്ന വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു, അതിൻ്റെ ഇത് പോയിൻ്റർ, അതിൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യാനായിട്ട് ഒരു പോയിൻ്റർ വേരിയബിൾ ഞാനിവിടെ ഡിക്ലെയർ ചെയ്യുന്നു. എന്നിട്ട് അടുത്ത സ്റ്റെപ്പായിട്ട് ഈ ഡിജിറ്റിൻ്റെ അഡ്രസ്സ് നമുക്ക് വേണമെങ്കിൽ ഈ പോയിൻ്റർ വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ 3 സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് കൊടുക്കുന്നതിന് പകരം നമുക്ക് ഈ 2 സ്റ്റേറ്റ്മെൻറ്റും കൂടെ കമ്പൈൻ ചെയ്ത് ഈ ഒരൊറ്റ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഇങ്ങനെയൊക്കെ നമുക്ക് പ്രോഗ്രാം എഴുതാൻ പറ്റും എന്ന് കാണിക്കുന്നതേ ഉള്ളൂ. അതേസമയം ഇവിടെ ഒന്ന് നോക്കുക, ഇവിടെ ഞാൻ ഡിജിറ്റ് എന്ന പേരുള്ള ഒരു ഇൻറ്റീജർ വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. ഇനി അതിൻ്റെ അഡ്രസ്സ്, ഈ ഡിജിറ്റ് എന്ന് പറയുന്ന വേരിയബിളിൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യാനായിട്ട് ഞാനൊരു പോയിൻ്റർ വേരിയബിൾ ഞാനൊരു ഡിക്ലെയർ ചെയ്തു. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിലാണ് ഈ പോയിൻ്റർ വേരിയബിൾ ഡിക്ലെയർ ചെയ്തത്. ഇതിനടുത്ത സ്റ്റേറ്റ്മെൻറ്റിൽ പി ഡിജിറ്റ് ഈക്വൽ ടു ആൻഡ് ഡിജിറ്റ് എന്ന സ്റ്റേറ്റ്മെൻറ്റോട് കൊടുക്കുന്നു. ഇത് ഇങ്ങനെ ഒരു സംഭവം കൊടുത്താൽ അത് എറർ കാണിക്കും. കാരണം ഈ പി ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ ആ പോയിൻ്റർ വേരിയബിൾ ഒരു ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിലുള്ള ഒരു പോയിൻ്റർ വേരിയബിളാണ്. അപ്പോൾ അതിൽ ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിലുള്ള വേരിയബിളിൻ്റെ അഡ്രസ്സ് മാത്രമേ സ്റ്റോർ ചെയ്യാൻ ഒക്കത്തുള്ളൂ. പക്ഷേ ഇവിടെ ആൻഡ് ഡിജിറ്റ്, ഈ ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ ഇൻറ്റീജർ ഡാറ്റ ടൈപ്പിലുള്ള ഒരു വേരിയബിളാണ്. അപ്പോൾ അതിൻ്റെ അഡ്രസ്സ് ഒരിക്കലും എനിക്ക് പി ഡിജിറ്റ് എന്ന് പറയുന്ന പോയിൻ്റർ വേരിയബിളോട്ട് സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. കാരണം ഈ പി ഡിജിറ്റ് എന്ന് പറയുന്ന ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിലുള്ള ഒരു പോയിൻ്റർ വേരിയബിളാണ്. അപ്പോൾ ഈ കാര്യം ശ്രദ്ധിച്ചേക്കുക. അപ്പോൾ ഈ ഒരു സംഭവം എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ എറർ കാണിക്കും. ഇനിയിപ്പോൾ ഇവിടെ നോക്കുക, ഇൻറ്റ് ഡിജിറ്റ് എന്ന് എഴുതി കോമ സ്റ്റാർ പി ഡിജിറ്റ്, അതായത് പോയിൻ്റർ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു. അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ഇനിഷ്യൽ വാല്യൂ ആയിട്ട് ആൻഡ് ഡിജിറ്റ് എന്നിവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് ഡിജിറ്റ് എന്ന് പറയുന്ന വേരിയബിൾ ഞാനിവിടെ ഡിക്ലെയർ ചെയ്തു, അത് എൻ്റെ ഒരു പോയിൻ്റർ വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ട് ഈ ഇവിടെ ക്രിയേറ്റ് ചെയ്ത അതേ വേരിയബിൾ തന്നെ ആൻഡ് ഇട്ട് ഞാനിവിടെ മെൻഷൻ ചെയ്യുന്നു. അപ്പോൾ ഈ ഡിജിറ്റ് എന്ന് പറയുന്ന വേരിയബിളിൻ്റെ അഡ്രസ്സ് എന്താണോ അതും കൂടെ ഈ പി ഡിജിറ്റ് എന്ന് പറയുന്ന വേരിയബിൾ, അതായത് ഇവിടെ ഡിജിറ്റ് എന്ന വേരിയബിൾ ക്രിയേറ്റ് ചെയ്തേ ഉള്ളൂ, അപ്പം തന്നെ അതിൻ്റെ വാല്യൂ മറ്റൊരു പോയിൻ്റർ വേരിയബിളിലോട്ട് ഇനിഷ്യലൈസ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ്സ് എഴുതാനായിട്ട് സാധിക്കും. ഇതിപ്പോൾ മനസ്സിലായില്ല എങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ രൂപത്തിൽ നിങ്ങൾക്ക് പ്രോഗ്രാമിൽ എഴുതാം. ഇത് മനസ്സിലായില്ല എങ്കിൽ നിങ്ങൾക്ക് ഈ രൂപത്തിൽ നിങ്ങൾക്ക് പ്രോഗ്രാമിൽ എഴുതാം. ഏത് സംഭവം വേണോ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. കൂടുതൽ നല്ല കാര്യമായിട്ട് മനസ്സിലാക്കിയവരൊക്കെയാണെങ്കിൽ ഈ രൂപത്തിലായിരിക്കും പ്രോഗ്രാമിൽ എഴുതുന്നത്. അപ്പോൾ ഇങ്ങനെ എഴുതുന്നതിന് പകരം ഇങ്ങനെ എഴുതി എന്നും പറഞ്ഞുകൊണ്ട് പ്രോഗ്രാം തെറ്റൊന്നും കാണിക്കത്തില്ല, പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടാതെ ഒന്നും ഇരിക്കത്തില്ല, പ്രോഗ്രാം റൺ ചെയ്യപ്പോൾ എററൊന്നും കാണിക്കത്തില്ല, അങ്ങനത്തെ സംഭവമൊന്നുമില്ല. നിങ്ങൾക്ക് ഇതാണ് മനസ്സിലായതെങ്കിൽ ഈ രൂപത്തിൽ നിങ്ങൾക്ക് പ്രോഗ്രാം എഴുതാം. അതല്ല ഈ സംഭവം മനസ്സിലായെങ്കിൽ ഈ രീതിയിൽ നിങ്ങൾക്ക് പ്രോഗ്രാം എഴുതാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എന്തായിരുന്നാലും ഇങ്ങനെ 3 സ്റ്റേറ്റ്മെൻ്റായിട്ട് എഴുതുന്നതിന് പകരം ഇങ്ങനെ ഒറ്റ സ്റ്റേറ്റ്മെൻ്റായിട്ടൊക്കെ എഴുതാൻ സാധിക്കും എന്ന് മാത്രം മനസ്സിലാക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഇനിഷ്യലൈസേഷൻ ഓഫ് എ പോയിൻ്റർ എന്ന് പറയുന്നത്. ഇനി അടുത്ത ഇതിൻ്റെ ഒരു വേറൊരു മോഡിഫിക്കേഷൻ നമുക്കിവിടെ നോക്കാം. ചെറിയൊരു പോയിന്റ് പറയാൻ വേണ്ടിയാണ് ഞാനിവിടെ ഈ ഒരു കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഞാനിവിടെ ABC എന്ന് പേരുള്ള 3 വേരിയബിൾസ് ഞാൻ ഡിക്ലെയർ ചെയ്തു. എന്നിട്ട് ഞാനിവിടെ 2 പോയിൻ്റർ വേരിയബിൾസും കൂടെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. പോയിൻ്റർ വേരിയബിൾസ് 2 ഡിക്ലെയർ ചെയ്തോളൂ. അപ്പോൾ ഈ രണ്ടും ഇൻറ്റീജർ ഡാറ്റ ടൈപ്പിലാണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. ഈ വേരിയബിൾസും ഇൻറ്റീജർ ഡാറ്റ ടൈപ്പിൽ തന്നെയാണ് ഞാനിവിടെ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല. ഇനി ഞാനിവിടെ p_num1 = a എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് a എന്ന് പറയുന്ന വേരിയബിളിൻ്റെ അഡ്രസ്സ് p_num1 എന്ന് പറയുന്ന പോയിൻ്റർ വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. അടുത്ത സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് p_num1 = b എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് b എന്ന് പറയുന്ന വേരിയബിളിൻ്റെ അഡ്രസ്സ് p_num1 എന്നിലോട്ട് തന്നെ സ്റ്റോർ ചെയ്യുന്നു. അതായത് ആദ്യം a എന്ന് പറയുന്ന വേരിയബിളിൻ്റെ അഡ്രസ്സ് ഞാൻ ഈ വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യുന്നു, പോയിൻ്റർ വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. അടുത്ത സ്റ്റേറ്റ്മെൻറ്റിൽ ഈ b എന്ന് പറയുന്ന വേരിയബിളിൻ്റെ അഡ്രസ്സും ഇതിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഈ
P_num1 എന്ന് പറയുന്ന വേരിയബിൾ, പോയിൻ്റ് വേരിയബിൾ ആൾറെഡി എ എന്ന് പറയുന്ന വേരിയബിളിൻ്റെ അഡ്രസ്സ് സ്റ്റോറായി കിടക്കുകയാണ്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പം ബി എന്ന് പറയുന്ന വേരിയബിളിൻ്റെ അഡ്രസ്സ് ആയിരിക്കും ഇതിലോട്ട് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് എയിൻ്റെ അഡ്രസ്സ് എന്നുള്ളത് ഓവർ റൈറ്റ് ആയിപ്പെടും, അതവിടെ റിമൂവ് ആവും, അത് ഡിലീറ്റ് ചെയ്തിട്ടായിരിക്കും ബി എന്ന് പറയുന്ന വേരിയബിളിൻ്റെ അഡ്രസ്സ് ഈ വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത്, ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്തെന്ന് വെച്ചാൽ, ഈ സെയിം പോയിൻ്റ് വേരിയബിളിൽ തന്നെ നമുക്ക് പല പല വേരിയബിൾസിൻ്റെ അഡ്രസ്സ് നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ അറ്റ് എ ടൈം ഒരു അഡ്രസ്സ് മാത്രമേ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഒരു പോയിൻ്റ് വേരിയബിൾ ഒരിക്കലും ഒരു പർട്ടിക്കുലർ വേരിയബിളിനോട്ട് തന്നെ അലോട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനത്തെ മീനിങ് ഒന്നുമില്ല. ഏത് വേരിയബിളിൻ്റെ അഡ്രസ്സ് വേണോ നമുക്ക് ഏത് പോയിൻ്റ് വേരിയബിളിലോട്ട് കൊടുക്കാനൊക്കെ ഒരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ, സെയിം ഡാറ്റ ടൈപ്പ് ആയിരിക്കണം. ഈ വേരിയബിളിൻ്റെയും ഈ പോയിൻ്റ് വേരിയബിളിൻ്റെയും ഡാറ്റ ടൈപ്പ് സെയിം ആയിരിക്കണമെന്നേ ഉള്ളൂ. ഇവിടെ ഇപ്പോൾ എയുടെയും ബിയുടെയും വേരിയബിൾസിൻ്റെ അഡ്രസ്സ് നമ്മൾ ഈ ഒരു പോയിൻ്റ് വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യുന്നുണ്ട്. അറ്റ് എ ടൈം ഒരു അഡ്രസ്സ് മാത്രമേ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഇവിടെ ഇപ്പോൾ നോക്കുക, ഞാനിവിടെ സി എന്ന് പറയുന്ന വേരിയബിളിൻ്റെ അഡ്രസ്സ് P_num2 എന്ന് പറയുന്ന പോയിൻ്റ് വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യുന്നുണ്ട്. സി എന്ന് പറയുന്ന വേരിയബിളിൻ്റെ അഡ്രസ്സ് P_num1 എന്ന് പറയുന്ന വേരിയബിളിലോട്ട് പോയിൻ്റ് വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യുന്നുണ്ട്. അതായത് സെയിം അഡ്രസ്സ് തന്നെ, സെയിം വേരിയബിളിൻ്റെ സെയിം അഡ്രസ്സ് തന്നെ രണ്ട് പോയിൻ്റ് വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യുന്നുണ്ട്. ഇങ്ങനെയും നമുക്ക് സ്റ്റോർ ചെയ്യാം. ഒരേ വേരിയബിളിൻ്റെ അഡ്രസ്സ് തന്നെ മൾട്ടിപ്പിൾ പോയിൻറ്റേഴ്സിലോട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും, അതിനും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനത്തെ കാര്യത്തിലൊന്നും പ്രശ്നമൊന്നുമില്ല. ഈ ഡാറ്റ ടൈപ്പ് സെയിം ആയി വരണം എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ രണ്ടിൻ്റെ സി എന്ന് പറയുന്ന സെയിം അഡ്രസ്സ് തന്നെയാണ് P_num2 P_num1 എന്ന് പറയുന്ന പോയിൻ്റ് വേരിയബിളോട്ടും രണ്ടിലും സ്റ്റോർ ചെയ്യുന്ന സി എന്ന് പറയുന്നതിൻ്റെ അഡ്രസ്സ് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ സാധിക്കും. ഈ ഒരു പോയിൻ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി അടുത്ത ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഒരു അറേ, പോയിൻ്റർ അറേ ആണ് എങ്കിൽ അത് എങ്ങനെയാണ് ഇനിഷ്യലൈസ് ചെയ്യുന്നത്, അതിൻ്റെ ഡാറ്റ എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നത് എന്നും കൂടെ നമുക്ക് നോക്കാം. ഇവിടെ ഇപ്പോൾ നോക്കുക, num3 എന്ന് പറയുന്ന ഒരു ഇൻറ്റീജർ അറേ ഞാനിവിടെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. num3 എന്ന് പറയുന്ന ഒരു 3 ആണ്. അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 3 ആണ്. 3 സൈസുള്ള, അതായത് 3 സൈസ് എന്ന് പറഞ്ഞാൽ 3 വാല്യൂസ് എനിക്ക് ആ അറേയിൽ സ്റ്റോർ ചെയ്യാനൊക്കും, ആ ഇൻറ്റീജർ അറേയിൽ സ്റ്റോർ ചെയ്യാനൊക്കും. അപ്പോൾ അതിൻ്റെ വാല്യൂ അറേ ഞാനിവിടെ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് തന്നെ അതിൻ്റെ 3 വാല്യൂസും കൂടെ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. 10, 20, 30 എന്നീ 3 വാല്യൂസാണ് ഈ നം എന്ന് പറയുന്ന ഇൻറ്റീജർ അറേയിൽ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ഈ അറേയുടെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യുന്നത്, ഇവിടെ എത്ര അഡ്രസ്സ് ഉണ്ട്, അതിൻ്റെ സൈസ് 3 ആയതുകൊണ്ട് തന്നെ 3 അഡ്രസ്സ് ഉണ്ട്. കാരണം ഈ ഓരോ ഡാറ്റയും ഓരോ അഡ്രസ്സിലോട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്, ഓരോ മെമ്മറി ലൊക്കേഷനിലോട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോന്നിനും ഓരോ അഡ്രസ്സും ഉണ്ട്. അപ്പം ഇതിൻ്റെ അഡ്രസ്സ്, ഈ num3 എന്ന് പറയുന്ന ഇൻറ്റീജർ അറേയുടെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യണമെങ്കിൽ അതേ ഇൻറ്റീജർ ഡാറ്റ ടൈപ്പിലുള്ള ഒരു പോയിൻ്റർ അറേ നമ്മൾ ഡിക്ലെയർ ചെയ്യണം. ഇൻറ്റീജർ ഡാറ്റ ടൈപ്പിൽ തന്നെയുള്ള ഒരു പോയിൻ്റർ അറേയാണ് ഞാനിവിടെ ഡിക്ലെയർ ചെയ്യുന്നത്. ഇവിടെ സ്റ്റാർ എന്ന് ഇട്ടിട്ട് P_num എന്നിവിടെ കൊടുത്തിട്ടുണ്ട്. P_num എന്ന് പറഞ്ഞാൽ സെയിം സൈസ് തന്നെയാണ് ഞാനിവിടെ കൊടുത്തത്. അപ്പോൾ അതേ സൈസ് തന്നെയുള്ള ഇൻറ്റീജർ ഡാറ്റ ടൈപ്പിലുള്ള ഒരു അറേ ഞാൻ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സൈസ് 3 തന്നെയാണ്. ഈ 3 അഡ്രസ്സും നമുക്ക് ഈ പോയിൻ്റർ അറേയിലോട്ട് സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ഇനി നമ്മൾ നോക്കുക, നമുക്ക് ഇതിൻ്റെ ഓരോന്നിൻ്റെയും അഡ്രസ്സ്, ഈ ഓരോ ലൊക്കേഷൻ്റെ അഡ്രസ്സ്, ഇതിപ്പോൾ ഇൻഡെക്സിൻ്റെ പൊസിഷൻ 0, ഇൻഡെക്സ് പൊസിഷൻ 1, ഇൻഡെക്സ് പൊസിഷൻ 2, അപ്പോൾ ഇത് ഓരോന്നിനും ഓരോ അഡ്രസ്സുണ്ട്. ആ ഓരോന്നും ഈ ഇതിലോട്ട് സ്റ്റോർ ചെയ്യണം. ഈ ഓരോ അഡ്രസ്സിൻ്റെയും ഓരോ മെമ്മറി ലൊക്കേഷൻ്റെ അഡ്രസ്സ് ഈ ഓരോ ഇതിലോട്ട് സ്റ്റോർ ചെയ്യണം. ഓരോ ഈ പോയിൻ്റർ അറേയിലുള്ള ഓരോ ഇതിലോട്ട് സ്റ്റോർ ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യാം. ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് കാണുമ്പോൾ തന്നെ ഇതിൻ്റെ മീനിങ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ ഞാൻ ആൻഡ് num0 എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് 0 എന്ന് പറഞ്ഞ ഇൻഡെക്സ് പൊസിഷൻ്റെ അഡ്രസ്സ് എന്താണെന്ന് എടുക്കാൻ വേണ്ടിയാണ് ഈ ആൻഡിൻ്റെ സിമ്പിൾ ഇട്ടിരിക്കുന്നത്. num0 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ num0 എന്ന് പറയുന്ന ഇൻഡെക്സ് പൊസിഷനിലുള്ള അഡ്രസ്സ് എന്താണോ അതെടുക്കാൻ വേണ്ടിയാണ് ഈ ഒരു ആൻഡിൻ്റെ സിമ്പിൾ ഇവിടെ ഇട്ടിട്ടുള്ളത്. ആ അഡ്രസ്സ് എന്താണോ അത് P_num0 എന്ന് പറയുന്ന ഇൻഡെക്സ് പൊസിഷനിലോട്ട് അങ്ങ് സ്റ്റോർ ചെയ്യുകയാണ്. P_num എന്ന് പറയുന്ന ഇൻഡെക്സ് അറേ, പോയിൻ്റർ അറേ, P_num എന്ന് പറയുന്ന 0 എന്ന് പറയുന്ന ഇൻഡെക്സ് പൊസിഷനുള്ള പോയിൻ്റർ അറേയിലോട്ട് ഇതിൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യുകയാണ്. അതുപോലെ തന്നെ ആൻഡ് num1 എന്നിവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് ഇൻഡെക്സ് പൊസിഷൻ 1ലുള്ള അഡ്രസ്സ് എന്താണോ, നം എന്ന് പറയുന്ന അറേയിൽ 1 എന്ന ഇൻഡെക്സ് പൊസിഷൻ്റെ അഡ്രസ്സ് എന്താണോ അത് P_num1 എന്ന് പറയുന്ന ആ പൊസിഷനിലോട്ട് സ്റ്റോർ ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഈ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഇപ്പോൾ സൈസ് 3 ആണുള്ളത്. അപ്പോൾ അതിനുവേണ്ടി ഓരോന്നിൻ്റെ അഡ്രസ്സ് ഓരോ പോയിൻ്റ് അറേയിലുള്ള ഓരോ ലൊക്കേഷനിലോട്ട് സ്റ്റോർ ചെയ്യാനായിട്ട് പല പല സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വേണ്ടി വന്നു. ഇതിപ്പം സൈസ് 3 ആയതുകൊണ്ട് 3 സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ട് ഇതിവിടെ തീർന്നു എന്ന് നമുക്ക് കരുതാം. ഇതിൻ്റെ സൈസ് ഇപ്പോൾ 100 ആയിരുന്നുവെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേനെ? ഇങ്ങനത്തെ 100 സ്റ്റേറ്റ്മെൻറ്റ്സ് നമുക്കിവിടെ എഴുതാൻ സാധിക്കുമോ? ഇല്ല. അത് വളരെ ലെങ്തി ആയിട്ടുള്ള പ്രോഗ്രാമായി പോകും, ഒരുപാട് ടൈം കൺസ്യൂമിങ് ആണ്, ഒരുപാട് മെനക്കേടുമാണ്. അപ്പം ഈ സൈസ് എന്ന് പറയുന്നത് ഇപ്പോൾ 3ഉം 4ഉം ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാനായിട്ട് പറ്റും. അല്ലാതെ 100 സൈസൊക്കെ ഉള്ള അറേയുടെ അഡ്രസ്സ് എല്ലാം കൂടി ഒരു പോയിൻ്റ് അറേയിലോട്ട് സ്റ്റോർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ ഒരു മെത്തേഡ് ഫീസിബിൾ അല്ല.
അപ്പോൾ ഇങ്ങനത്തെ കേസിൽ നമ്മൾ സാധാരണ ഫോർ ലൂപ്പാണ് ഉപയോഗിക്കുന്നത്. ഫോർ ലൂപ്പ് ഉപയോഗിച്ച് ഈ സംഭവം നമുക്ക് ഈസി ആയിട്ട് വയ്ക്കാം. ഫോർ ലൂപ്പ് ഉപയോഗിക്കുക നമുക്ക് 3 ആയിരുന്നാലും ഇപ്പോൾ 100 ആയിരുന്നാലും അതിൻ്റെ സൈസ് എത്രയാണോ ആ സൈസിൻ്റെ വാല്യൂ മാത്രം നമ്മളിവിടെ ഫോർ ലൂപ്പിൻ്റെ അകത്ത് ഈ ഫോളിൽ ഇട്ട് കൊടുത്താൽ മതി. ഇവിടെ ഒന്ന് നോക്കുക, ഞാനിവിടെ സെയിം സംഭവം തന്നെയാണ്. num3 എന്ന് പറയുന്ന ഒരു ഇൻറ്റീജർ അറേ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വാല്യൂസ് ഞാനിവിടെ സ്റ്റോർ ചെയ്യുന്നുണ്ട്. പിന്നെ അഡീഷണൽ ആയിട്ട് i എന്ന് പറയുന്ന ഒരു വേരിയബിൾ കൂടെ ഞാനിവിടെ ഡിക്ലെയർ ചെയ്യുന്നുണ്ട്. ഈ i എന്ന വേരിയബിൾ യൂസ് ചെയ്യുന്ന ഈ ഫോർ ലൂപ്പിൻ്റെ അകത്ത് യൂസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ i എന്ന് പറയുന്ന വേരിയബിൾ ഞാനിവിടെ ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഇവിടെ ഇതിൻ്റെ 3 വാല്യൂസ് സ്റ്റോർ ചെയ്യാനായിട്ട് 3 സൈസുള്ള ഒരു പോയിൻ്റ് അറേയും കൂടെ ഞാൻ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. p_num1 ഇതേ സെയിം സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ് ഈ കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ അടുത്തത് ഒരു ഫോർ ലൂപ്പ് ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. 4 എന്ന് എഴുതി എന്നിട്ട് ബ്രാക്കറ്റിൻ്റെ അകത്ത് i = 0, i <3, i++ എന്ന് കൊടുത്തിട്ടുണ്ട്. ഈ 3 എന്ന് പറയുന്നത് ഇതിൻ്റെ സൈസാണ്, ഈ പോയിൻ്റ് അറേയുടെ സൈസാണ് ഇവിടെ 3 എന്ന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഇൻഡെക്സ് പൊസിഷൻ 0 എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നിട്ട് ഫോർ ലൂപ്പിൻ്റെ അകത്ത് ഈ ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റേ കൊടുത്തിട്ടുള്ളൂ. ഈ കൊടുത്തിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടല്ലോ, ഇവിടെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം ഇവിടെയും 0 വന്നു, ഇവിടെയും 0 വന്നു, ഇവിടെയും 1 വന്നു, ഇവിടെയും 1 വന്നു, ഇവിടെയും 2 വന്നു, ഇവിടെയും 2 വന്നു. അതായത് num0 എന്ന ഇൻഡെക്സ് പൊസിഷൻ്റെ അഡ്രസ്സ് എന്താണോ അത് p_num എന്ന് പറയുന്നതിൻ്റെ 0 ഇൻഡെക്സ് പൊസിഷനിലോട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ആ ലോജിക്ക് തന്നെയാണ് ഈ num എന്ന് പറയുന്ന അറേയിൽ 1 എന്ന ഇൻഡെക്സ് പൊസിഷനിൻ്റെ അഡ്രസ്സ് എന്താണോ ആ അഡ്രസ്സാണ് ഈ p_num എന്ന് പറയുന്ന പോയിൻ്റ് അറേയിൽ 1 എന്ന് പറയുന്ന ഇൻഡെക്സ് പൊസിഷനിലോട്ട് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഈ വാല്യൂ എല്ലാം സെയിം തന്നെയാണ്. ഇവിടെ 0 0 വന്നു, ഇവിടെ 1 1 വന്നു, ഇവിടെ 2 2 വന്നു. അപ്പോൾ അതെല്ലാം ഈക്വൽ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ആ ഒരു ലോജിക്കിനെ നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം. ഇവിടെ p_num എന്ന് എഴുതി ബ്രാക്കറ്റിൻ്റെ അകത്ത് i എന്ന് മാത്രമേ റെപ്രസെൻറ്റ് ചെയ്യുന്നുള്ളൂ. = ആൻഡ് num i എന്നിവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഐയുടെ വാല്യൂ 0 ആയിരിക്കും. അപ്പോൾ രണ്ടിൻ്റെ ഇവിടെ ഐയുടെ വാല്യൂ 0 ആവുന്നുണ്ട്. i0 എന്ന് പറയുന്ന ഇൻഡെക്സ് പൊസിഷനിൽ num എന്ന് പറയുന്നതിൻ്റെ ക്യാരക്ടർ അറേയുടെ അഡ്രസ്സ് എന്താണോ അത് ഈ p_num എന്ന് പറയുന്ന പോയിൻ്റ് അറേയിലുള്ള 0 എന്ന് പറയുന്ന ഇൻഡെക്സ് പൊസിഷനിലോട്ട് സ്റ്റോർ ആവും. ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്തിട്ട് ഐയുടെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്ത് 0ൽ നിന്ന് 1 ആവുന്നു. ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പം ട്രൂ തന്നെയായിരിക്കും, ഔട്ട്പുട്ട് ട്രൂ തന്നെയായിരിക്കും. അങ്ങനെയാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് വീണ്ടും എക്സിക്യൂട്ട് ചെയ്യുന്നത്. വീണ്ടും എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഐയുടെ വാല്യൂ 1 ആയിരിക്കും. ഈ 2 ഐയുടെ വാല്യൂ 1 ആയിരിക്കും ആ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതായത് ഈ സ്റ്റേറ്റ്മെൻറ്റ് ആയിരിക്കും അപ്പോൾ എക്സിക്യൂട്ട് ചെയ്യുന്നത്. അങ്ങനെ 2-3 തവണ എക്സിക്യൂട്ട് ചെയ്യും. എപ്പോഴാണോ ഐയുടെ വാല്യൂ 3 ആവുന്നത്, 2 ആവുമ്പോഴും ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ആവുന്നു. എപ്പോഴാണോ 3 ആവുന്നത് അവിടെ വെച്ച് ഈ സ്റ്റേറ്റ്മെൻറ്റ് ഫാൾസ് ആവുന്നു. അവിടെ വെച്ച് ഈ ഫോർ ലൂപ്പ് സ്റ്റോപ്പ് ആവുന്നു. അപ്പോൾ ഇങ്ങനെ നമുക്ക് പോയിൻ്റ് അറേയിലോട്ട് അഡ്രസ്സ് സ്റ്റോർ ചെയ്യാം. ഒരു അറേയിലുള്ള ഡിഫറെൻറ്റ് അഡ്രസ്സുകൾ ഒരു പോയിൻ്റ് അറേയിലോട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കും. എത്ര സൈസുള്ളതായിരുന്നാലും ഈ ഒരു ഫോർ ലൂപ്പൊക്കെ ഉപയോഗിച്ച് നമുക്ക് ഈസി ആയിട്ട് പോയിൻ്റ് അറേയിലോട്ട് ഡാറ്റ സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെയാണ് പോയിൻ്റ് അറേ എന്ന് പറയുന്ന സംഭവമൊക്കെ ഉള്ളത്. ഇതാണ് പോയിൻറ്റേഴ്സിനെ പറ്റിയുള്ള കുറച്ച് ബേസ് ആയിട്ടുള്ള കാര്യം. ഇനിയുണ്ട്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കുറച്ചും കൂടെ കാര്യങ്ങൾ ഈ പോയിൻറ്റേഴ്സിനെ പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.